ഒഴുകിയെത്തിയ പകുതി വേർപെട്ട മനുഷ്യ ശരീരങ്ങൾ, ചലനമില്ലാത്ത കുഞ്ഞുടലുകൾ. ചാലിയാറിന്റെ കുത്തൊഴുക്കുകളിൽ ഹൃദയം തകരുന്ന കാഴ്ചകൾ ഒഴുകി നിലച്ചിട്ട് 1 വർഷം പൂർത്തിയാവുന്നു. പച്ചപ്പർദീസയായിരുന്ന വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് ശൂന്യമാക്കി തരിശാക്കിയ ഉരുൾപൊട്ടൽ ചാലിയാറിന്റെ വിവിധ കടവുകളിലും മരണം വിതറി കടന്നുപോയ നടുക്കുന്ന ഓർമ്മകളാണ്. മരണപ്പുഴയായി നിറഞ്ഞൊഴുകിയ ചാലിയാർ പോത്തുകല്ല്, ഇരുട്ടുകുത്തി, അമ്പുട്ടാൻപൊട്ടി, കുനിപ്പാല, മച്ചിക്കൈ, ഭൂതാനം, വെള്ളിലമാട്, മുണ്ടേരി കമ്പിപ്പാലം, പനങ്കയം തുടങ്ങി വിവിധ കടവുകളിലാണ് ചിതറിത്തെറിച്ച മൃതദേഹങ്ങൾ എത്തിയത്. മുണ്ടക്കൈയിൽ ആദ്യം ഉരുൾപൊട്ടി 2.5 കിലോമീറ്റർ അകലെയുള്ള ചൂരൽമലയിലൂടെ ഒഴുകിയ മൃതശരീരങ്ങൾ സൂചിപ്പാറ വെള്ളച്ചാട്ടം വഴി ചാലിയാർ പുഴയുടെ കൈവഴികളിലൂടെ ഒഴുകിയെത്തുകയായിരുന്നു. ഉരുൾപൊട്ടലിൽപ്പെട്ട നിരവധി ആളുകളുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമൊക്കെ ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ ഹൃദയം തകർക്കുന്ന കാഴ്ചയാണ് നിലമ്പൂർക്കാർക്ക് കാണേണ്ടി വന്നത്. 3-4 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ മൃതദേഹമാണ് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയതായി ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. മുണ്ടേരി കമ്പിപ്പാലത്ത് വീണുകിടന്ന മുളങ്കൂട്ടത്തിൽ തങ്ങി നിൽക്കുകയായിരുന്നു മൃതദേഹം. പിന്നാലെ 7 വയസ്സുകാരിയുടെ മൃതദേഹവും ലഭിച്ചു. പാതി തലയുള്ളയാൾ, അരയ്ക്ക് താഴേക്ക് വേർപെട്ട പുരുഷൻ, തല വേർപെട്ട ആൺകുട്ടി, കാലില്ലാത്ത മറ്റൊരാൾ, മരവിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു തുടർന്നങ്ങോട്ട് കാണാനായത്. ചാലിയാറിന്റെ കുത്തൊഴുക്കിൽ കുമ്പളപ്പാറ, വാണിയമ്പുഴ, തരിപ്പപ്പൊട്ടി, ഇരുട്ടുകുത്തി, മുണ്ടേരി കമ്പിപ്പാലം, മച്ചിക്കൈ, അമ്പുട്ടാൻപൊട്ടി, ഭൂതാനം, കുനിപ്പാല, വെള്ളിലമാട്, പനങ്കയം തുടങ്ങി വിവിധ തീരങ്ങളിൽ നിന്നെല്ലാം നിരവധി ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു. ചാലിയാറിലൂടെ മൃതദേഹങ്ങൾ വന്നടിഞ്ഞ വിവരമറിഞ്ഞ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് രക്ഷാപ്രവർത്തകരാണ് പോത്തുകല്ലിലേക്ക് ഓടിയെത്തിയത്. NDRF ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം സന്നദ്ധ സംഘടനാ പ്രവർത്തകരും രാഷ്ട്രീയ യുവജന സംഘടനകളും നാട്ടുകാരും ചേർന്ന് നടത്തിയ രക്ഷാദൌത്യം സമാനതകളില്ലാത്ത മാതൃകയാണ് നിലമ്പൂരിന്റെ മണ്ണിൽ തീർത്തത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും വിവിധ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥരും പ്രദേശത്തെത്തി ഓരോ ഘട്ടത്തിലും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പോലീസ്, അഗ്നിരക്ഷാസേന, NDRF ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങൾക്കൊപ്പം വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരും ചേർന്ന് 1 മാസത്തിലേറെ നടത്തിയ തിരച്ചിലിൽ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 80 മൃതദേഹങ്ങളും 176 ശരീരഭാഗങ്ങളും കണ്ടെത്താനായി. ഇതിൽ 41 പുരുഷന്മാരും 32 സ്ത്രീകളും 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. ഇത്രയേറെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത മറ്റൊരു നദിയും കേരളത്തിലുണ്ടാകില്ല. ഈസ്റ്റ് ലൈവ്, എടക്കര.